പ്രിയപ്പെട്ട ഹോമോ സാപ്പിയൻസിന് എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്ട്രെങ്ത് ഫേസ് തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. രണ്ട് ഫേസ് ഉണ്ട്, സ്ട്രെങ്ത് ഫേസ് ഉണ്ട്, ഹൈപ്പർട്രോഫി ഫേസ്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇന്ന് കോമൺ ആയിട്ടുള്ള എക്സസൈസ് ഏതായിരിക്കും? ചെസ്റ്റും പിന്നെ അതിനോടൊപ്പം നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള എക്സസൈസ് ആണ് ട്രൈസ് അല്ലേ. അപ്പോൾ ചെസ്റ്റും ട്രൈസും. ചെസ്റ്റ് ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ട്രെങ്ത് ആണ് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെസ്റ്റിനുള്ള കുറേ എക്സസൈസ് ഉണ്ട്, നമുക്ക് എണ്ണാൻ തീരാത്ത കുറേ എക്സസൈസ് ഉണ്ട്. ചില എക്സസൈസ് മാത്രമേ ഞാൻ ചെയ്യൂ. ഇന്ന് ഞാൻ ഡംബിൾ ചെസ്റ്റ് പ്രസ്സിനായിരിക്കും, ഫ്ലാറ്റ് ഡംബിൾ ചെസ്റ്റ് പ്രസ്സിനായിരിക്കും ഞാൻ പ്രയോറിറ്റി കൊടുക്കുക ഇന്ന്. അത് കഴിഞ്ഞാൽ ഇൻക്ലൈൻ പ്രസ്. അപ്പോൾ ഇന്ന് ചെസ്റ്റ് ഡംബിൾ പ്രസ്, ഫ്ലാറ്റ് ഡംബിൾ പ്രസ്സിൽ ഞാൻ ഇന്ന് മാക്സിമം എത്ര പോകാൻ പറ്റുന്നു ഞാൻ ശ്രമിക്കും. സ്ട്രെങ്ത് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഫോം ചിലപ്പോൾ കമ്പൻസേറ്റ് ആവും. ഓക്കെ, ഫ്ലാറ്റ് ഡംബിൾ പ്രസ്സിൽ ഞാൻ ഇച്ചിരി സ്ട്രഗിള് ചെയ്താലും കുഴപ്പമില്ല. ആ സ്ട്രെങ്ത് നമുക്ക് എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് എപ്പോഴും നമ്മൾ ആ ഒരു സ്റ്റിമുലേഷൻ കൊടുക്കാം. നെക്സ്റ്റ് ഫോക്കസ് ചെയ്യുന്ന പാർട്ടായിരിക്കും ട്രൈസ്. ട്രൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ, നമ്മൾ കേബിളിൽ ചെയ്യുന്ന ട്രൈസെപ്പ് എക്സ്റ്റൻഷൻ, ആ ഒരു എക്സസൈസ്. ട്രൈസെപ്പ് വൺ ആം എക്സ്റ്റൻഷൻ, ട്രൈസെപ്പ് സൂപ്പിനേഷൻ എക്സ്റ്റൻഷൻ, ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും ചെയ്യുക. പിന്നെ വൺ ആം, പിന്നെ നമ്മൾ ഇങ്ങനെ ഇരിക്കും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഫുൾ എക്സ്റ്റൻഷനിൽ നമ്മൾ ട്രൈസെപ്പ് എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ ഇച്ചിരി വെയിറ്റ് ഇട്ടിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് മാക്സിമം സ്ട്രെങ്ത്, ഫോഴ്സ്, ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഫോഴ്സ്, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്ട്രെങ്ത് ട്രെയിനിങ്ങിലൂടെ. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് ചെസ്റ്റും ട്രൈസും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ജിമ്മിൽ വെച്ച് കാണാം. നമ്മളിപ്പോൾ വാമപ്പ്, അതായത് നമ്മൾ ചെസ്റ്റ് മസിൽസിലോട്ട് മാക്സിമം ബ്ലഡ് ഫ്ലോ കൊണ്ടുവരാം. അപ്പോൾ ഒരു 5 കിലോ വെച്ചിട്ടായിരിക്കും നമ്മൾ പുഷ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് വെയിറ്റിൽ പുഷ് ചെയ്യാം. ഇതൊരു 50 kg ഉണ്ട് ഡംബിൾസ്. ഇതായിരിക്കും നമ്മുടെ ഡ്രോപ്പ് സെറ്റ്. ട്രൈ ചെയ്ത് നോക്കാം, പോകുന്നുണ്ടോ നോക്കാം. പോകുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. അടുത്തത് നമ്മൾ 45 kgs ആണ് അടിക്കാൻ പോകുന്നത്. ഇപ്പോൾ 50 kgs ഇപ്പം നിലവിൽ അടിച്ചു, ബട്ട് റേഞ്ച് ഓഫ് മോഷൻ ഒന്നും കൂടി ഉഷാറാക്കാനുണ്ട്. 45 ട്രൈ ചെയ്ത് നോക്കാം. കുഴപ്പമില്ല, റേഞ്ച് ഓഫ് മോഷൻ ഇച്ചിരി കൂടി ഡെവലപ്പ് ചെയ്യാനുണ്ട്. ഇപ്പൊ നിലവിലിപ്പോൾ സ്ട്രെങ്ത് ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. എത്ര പുഷ് ചെയ്യാൻ പറ്റും അതാണ് അപ്പോൾ മാക്സിമം ഞാൻ ഫോക്കസ് ചെയ്യുന്നത്.
താങ്ക്സ്. ഇച്ചിരി ബാക്കിലിരുന്നോ, അവിടെ ഇരുന്നോ ബാക്കിൽ ഇച്ചിരി നീങ്ങിരുന്നോ? അപ്പുറം തന്നെ ഇച്ചിരി, അവിടെ നിന്നാ മതി, സൈഡിൽ നിന്നാ മതി. ഇൻ കേസ് എങ്ങാനും. ഓക്കെ, ഇതൊരു 40 kgs ആണ്, ഇൻക്ലൈൻ പ്രസ്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ സ്ട്രെങ്ത് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ റെപ്പിറ്റേഷൻസ് കുറയ്ക്കുക. ഒരു 3, അറ്റ്ലീസ്റ്റ് ഒരു 5 റെപ്പിറ്റേഷൻ എങ്കിലും പോയാൽ മതി. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ട്രൈസെപ്പ് എക്സ്റ്റൻഷൻ. ഓക്കെ, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ആം സൂപ്പിനേഷനാണ്. സിംഗിൾ ആം സൂപ്പിനേഷനിൽ നമ്മൾ മാക്സിമം ലോഡ് വെക്കാതെ മിനിമം ലോഡിൽ മാക്സ് റെപ്പിറ്റേഷൻ ചെയ്യാം. ഇപ്പൊ 2 സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, സൂപ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പിടിക്കും, ഈ ഒരു രീതിയിലാണ് പിടിക്കും.
ഇനി ഒരു സെറ്റും കൂടിയുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ചെറിയൊരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അതായത് ചില കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് പറയാൻ പറ്റിയില്ല. മൈക്രോഫോണിൽ ബാറ്ററി ചാർജ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് സെറ്റ് വെച്ചിട്ടാണ് എല്ലാം അടിച്ചത്. അതായത് 2 സെറ്റ് ഫ്ലാറ്റ് ഡംബിൾ പ്രസ്സും 2 സെറ്റ് ഇൻക്ലൈൻ ഡംബിൾ പ്രസ്സും, പിന്നെ ഒരു പെഗ് ഫ്ലൈസ് അടിച്ചായിരുന്നു, അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ട്രൈസപ്പ് എക്സ്റ്റൻഷൻ, അത് 2 സെറ്റ്. ആദ്യത്തെ ഇച്ചിരി വെയിറ്റ് ഉണ്ടായിരുന്നു, പിന്നെ രണ്ടാമത്തേത് ഇച്ചിരി അതിനെക്കാട്ടും ഒരു 20 kgs കുറവായിരുന്നു. പിന്നെ സിംഗിൾ ആം എക്സ്റ്റൻഷൻ, സൂപ്പിനേഷൻ എക്സ്റ്റൻഷൻ. ഇനി അടുത്ത സ്ട്രെങ്ത് ഫേസിൽ നമ്മൾ ചെസ്റ്റിൽ ചെറിയൊരു ഡിഫറൻസ് കൊണ്ടുവരും. ഓക്കെ, പിന്നെ ഞാൻ ബെഞ്ച് പ്രസ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല സമയപരിധി കാരണം. ഇനി അടുത്ത സ്ട്രെങ്ത് ഫേസ് ഉണ്ടാവും ഷോൾഡറിന്റെ, പിന്നെ അതുപോലെ സ്ട്രെങ്ത് ഫേസ് ബൈസിപ്സിന്റെ ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ദിവസം കഴിഞ്ഞാൽ എൻ്റെ സ്ട്രെങ്ത് ഓക്കെ ആണെങ്കിൽ ഞാൻ ഹൈപ്പോട്രോഫി ഫേസിലോട്ട് കിടക്കും. പിന്നെ ഹൈപ്പോട്രോഫിയിൽ ഞാൻ മാക്സിമം ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സെയിം വെയിറ്റ് തന്നെ മാക്സിമം റെപ്പിറ്റേഷനിൽ പ്രോപ്പർ ഫോമിൽ അടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊരു നിങ്ങൾ കണ്ടായിരിക്കും ചെറിയൊരു റേഞ്ച് ഓഫ് മോഷനിലൊക്കെ കമ്പൻസേഷൻ ഉണ്ടായിരുന്നു, അതും എനിക്ക് ഫീലായി. ഓക്കെ, ബട്ട് ദാറ്റ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. വി കാൺ ബി 100% പെർഫെക്റ്റ്. നമ്മളാർക്കും 100% പെർഫെക്റ്റ് ആവാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും, നമ്മൾ അതിൽ നിന്ന് പഠിക്കുക, പിന്നെ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അത് ശരിയാക്കണം. ഓക്കെ, ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് മസിൽ കണക്ഷൻ. എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ ഒരു പ്രീ വർക്കൗട്ടും ഇല്ല, ക്രിയേറ്റിൻ വരെ അടിക്കാറില്ല. വല്ലപ്പോഴും എനിക്ക് സ്ട്രെങ്ത് കൂട്ടുന്ന സമയം മാത്രം ക്രിയേറ്റിൻ അടിക്കാറുള്ളൂ. ഇന്നിപ്പോൾ ക്രിയേറ്റിൻ ഇല്ല, മൾട്ടിവൈറ്റാമിൻ അടിക്കാറുണ്ട്, ഫിഷ് ഓയിൽ അടിക്കാറുണ്ട്, വേറെ ഒന്നുമില്ല. നാച്ചുറൽ ഓർഡിനറി പേഴ്സൺ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊടുക്കാൻ കാരണം. ഇതേപോലെ ആയിരിക്കും അടുത്ത 2-3 വീഡിയോസ്. എന്തെങ്കിലും സൗണ്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നും ഇതാക്കാം, ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, ഇവിടെ നിന്ന് അവിടെ നിന്നൊക്കെ വണ്ടികളുടെ ഒച്ചയൊക്കെ ഉണ്ടാവും. സോ ബെയർ വിത്ത് മീ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും ഇന്ന് ഗുഡ് നൈറ്റ്.